താങ്ക് ഗോഡ്. സ്തോത്രം. അറിയല്ലോ, രതീഷാണ് പ്രൈസർ ഫാമിലിയിൽ നിന്ന് 12ാം ദിവസം. അതെ, പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നമ്മൾ ഒരുമിച്ച് നമ്മുടെ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട, അതെ, ഇനി നിങ്ങളുടെ ജീവിതങ്ങളെ അനുഗ്രഹപൂർണമാക്കി മാറ്റുവാൻ പോകുന്ന 21 ദിവസങ്ങളിൽ 12ാമത്തെ ദിവസം. ചില സമയങ്ങൾക്ക്, ചില സീസണ് പ്രത്യേകതകളുണ്ട്. ദൈവത്തോടൊപ്പം ഭക്തനായിരിക്കുന്ന സീസണിൻ്റെ പ്രത്യേകത, പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ, 4 സുവിശേഷങ്ങൾ വായിക്കുന്നവർക്ക് അത് വേഗത്തിൽ മനസ്സിലാക്കുവാനായിട്ട് കഴിയും. കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പം ആവശ്യക്കാരായ, കരയുന്ന, നിലവിളിക്കുന്ന, വേദനപ്പെടുന്ന, ഭാരപ്പെടുന്ന പലരും ചേർന്ന് നിന്ന അവരുടെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റിയൊരു സീസൺ. കുരുടൻ കർത്താവായ യേശു ക്രിസ്തുവിനൊപ്പമായിരുന്ന ആ മൊമെൻ്റ്, അല്ലെങ്കിൽ ആ സീസൺ അവൻ്റെ ജീവിതത്തിൻ്റെ ഗതിയെ മാറ്റുന്നു. കാഴ്ചയുള്ളവനായി വെളിച്ചമുള്ള ലോകത്തെ കണ്ട് അവൻ മുൻപോട്ട് നടക്കുന്നു. ഒരുപക്ഷെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയ ആ കുരുടൻ്റെ ജീവിതം, എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുമായിരിക്കുന്ന അതേ അവസ്ഥയിലായിരിക്കാം. അപ്പോൾ നിങ്ങൾ ദേഷ്യത്തോടെയോ അല്പം പരിഹാസത്തോടെയോ പറഞ്ഞേക്കാം, ദൈവദാസനെ ഞങ്ങളൊക്കെ കുരുടന്മാരാണോ എന്നാണോ? അല്ല, ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. നോക്കൂ, മുൻപിൽ തുറക്കപ്പെട്ട ഒരു വാതിൽ, ഒരു വഴി, മുൻപോട്ട് പോകുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാൻ അവിധത്തിലൊന്ന് കാണുവാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ലോ. പരാതി പറയുന്നില്ലേ? വഴികളെല്ലാം അടഞ്ഞിരിക്കുന്നു, വാതിലുകളെല്ലാം അടഞ്ഞിരിക്കുന്നു, മുൻപിൽ നല്ലതൊന്നുമില്ല. ഇനി എങ്ങനെ മുൻപോട്ട് പോകും? എങ്ങനെ ജീവിതം ജീവിച്ച് തീർക്കും? ജോലി ഇല്ല, ആവശ്യത്തിനൊത്തവണ്ണമുള്ള വരുമാനം ഉള്ള ജോലിയിൽ നിന്ന് കിട്ടുന്നില്ല, മക്കളുടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്നു, പഠനം കഴിഞ്ഞു നല്ല ജോലി കിട്ടുന്നില്ല, അല്ലെങ്കിൽ അടുത്തൊരു ലെവലിലേക്ക് പോകുവാൻ തക്കവണ്ണം നല്ല സ്കൂളിൽ, കോളേജിൽ അവർക്ക് അഡ്മിഷൻ കിട്ടുന്നില്ല, അതിന് തക്കവണ്ണമുള്ള മാർക്കില്ലാത്തതായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്യുവാൻ ആരെങ്കിലും ഇല്ലാത്തതായിരിക്കാം, അവരെ പഠിപ്പിക്കുവാൻ നിങ്ങളുടെ കയ്യിൽ എടുത്തു ചിലവഴിക്കുവാൻ പണമില്ലാത്തതായിരിക്കാം, അല്ലേ? മക്കൾ വിവാഹപ്രായമെത്തി, കെട്ടിച്ചു വിടുവാൻ കഴിയുന്നില്ല. മാതാവേ, നിന്നെ വല്ലാതെ ഭാരപ്പെടുത്തുന്ന ചില വർഷങ്ങളായി നിന്റെ ഉറക്കത്തെ നശിപ്പിച്ചു കളയുന്ന വേദനയാണ്. മകൾ വിവാഹപ്രായമായി നിൽക്കുന്നു, മലയാളത്തിൽ പറഞ്ഞാൽ പുര നിറഞ്ഞു നിൽക്കുന്നു, അവളെ ഒന്ന് ഇറക്കണം, പക്ഷേ കയ്യിലൊന്നും അതിന് തക്കവണ്ണമുള്ള ലോകം പ്രതീക്ഷിക്കുന്നത് കൊടുക്കുവാൻ ഇല്ല. വഴികൾ അടഞ്ഞായിരിക്കുന്നു. അതേ, നിങ്ങളെയാ പറഞ്ഞേ, ആ കുരുടൻ്റെ അവസ്ഥയിൽ എന്തു ചെയ്യണം? എങ്ങോട്ട് പോകണം? പക്ഷേ യേശുവിനൊപ്പം അവനായിരുന്നതിനെ തുടർന്ന് വെളിപ്പെട്ട അവൻ്റെ ജീവിതത്തിൽ മൊത്തം വഴിയാ. ഓ താങ്ക് ഗോഡ്. അതുവരെ എങ്ങോട്ട് നോക്കിയാലും ഇരുട്ടായിരുന്നു, എന്നെ കേൾക്കുന്നത് നിങ്ങളെപ്പോലെ. എന്നാൽ യേശുവിനൊപ്പം കുരുടർ ചിലവഴിച്ച സമയത്തിന് ശേഷം അവർ എങ്ങോട്ട് നോക്കിയാലും വഴിയാ. കാരണം അവർ വെളിച്ചമുള്ള ലോകത്തെ കാണുക. ദൂതിത, എങ്ങോട്ട് നോക്കിയാലും, നിങ്ങൾ എങ്ങോട്ട് കാൽ വെച്ചാലും, എന്ത് ചെയ്താലും മുൻപിൽ തുറന്നു നിൽക്കുന്ന വഴി. ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിലൂടെ അவ்விധത്തിലൊന്ന് നിങ്ങൾക്ക് മുമ്പിൽ ക്രമീകരിക്കപ്പെടുവാൻ പോകുക. ഓ താങ്ക് ഗോഡ്. എന്നല്ല, ആമേൻ എന്ന് പറഞ്ഞ കർത്താവ് എന്നോട് പറയും, നീ കള്ളം പറയുന്നു. അല്ല, അങ്ങനെ പറയുവാനല്ല. ഈ കഴിഞ്ഞ രാത്രിയിൽ പ്രാർത്ഥനാ മുറിയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത് അവൻ്റെ വചനത്തിലൂടെ തന്നെ കേൾക്കണ്ടേ? 3-ാം അധ്യായം വെളിപ്പാട് പുസ്തകം 8-ാമത്തെ വാക്യം, അവിടെ ഇவ்விധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു, ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു, ഇതാ ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അതാർക്കും അടച്ചുകൂടാ, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ, എങ്കിലും നീ എൻ്റെ വചനം കാത്തു. ഞാൻ നിന്റെ പ്രവൃത്തി അറിയുന്നു. നിങ്ങളുടെ പ്രവൃത്തി, ചിലർ വിചാരിക്കും, അയ്യോ അത്രമാത്രം എന്തു പ്രവൃത്തിയാണ് എന്നിലുണ്ടായിരുന്നത്. മറ്റു ചിലർ പറയും, അതെ ഞാനൊരു ഭയങ്കര പ്രവൃത്തിസ്റ്റാണ്, ഞാൻ ഒരുപാട് കാര്യങ്ങൾ പ്രവർത്തിച്ചു, ഇതാ ദൈവം എനിക്ക് വേണ്ടി. നിങ്ങളുടെ പ്രവൃത്തി പ്രാർത്ഥനയും ഈ ഉപവാസവുമാണ്. നിങ്ങൾ പ്രാർത്ഥിച്ച ആ പ്രാർത്ഥന എന്ന പ്രവൃത്തിയുടെ ഫലമായി നിങ്ങൾക്ക് മുമ്പിൽ ദൈവപിതാ വഴികളെ, വാതിലുകളെ തുറക്കുവാൻ, ഏത് മേഖലയിൽ എങ്ങോട്ടിറങ്ങിയാലും തുറന്നു വെച്ച വഴികൾ, വാതിലുകൾ ഇല്ല, അവിടെയും തിരുത്തുണ്ട്. ഈ പറഞ്ഞത് തന്നെയാ നേരത്തെ ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞത് വീണ്ടും പറഞ്ഞാൽ ദൈവം സമ്മതിക്കത്തില്ല. കാരണം വചനം പറയുന്നു, ആ 8-ാമത്തെ വാക്യത്തിൽ തന്നെ ശ്രദ്ധിച്ചേ, ഇതാ
ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. ഇനി ചെയ്യുവാനുള്ള ഒരു കാര്യത്തെക്കുറിച്ചല്ല, കർത്താവ് ചെയ്തു വച്ചിരിക്കുന്നു. വഴികളെ, വാതിലുകളെ എന്നെ കേൾക്കുന്ന പ്രിയരെ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. നിങ്ങളുടെ വാഗ്ദത്തം പ്രാപിച്ചെടുക്കുവാൻ, നിങ്ങൾ ആഗ്രഹിക്കുന്നതും സ്വപ്നം കാണുന്നത് നേടിയെടുക്കുവാൻ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂവണിയുന്നത് നേടിയെടുക്കുവാൻ, നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് സാക്ഷാത്കാരം ഉണ്ടാകുന്നത് നേടിയെടുക്കുവാൻ കർത്താവ് വാതിലുകളെ തുറന്നു വച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളെ, പ്രാർത്ഥിക്കുന്ന മാതാവേ, പിതാവേ, പ്രാർത്ഥിക്കുന്ന കുഞ്ഞുമക്കളെ കേൾക്കണമേ, നിങ്ങൾക്ക് മുമ്പിൽ എൻ്റെ കർത്താവ് വഴി തുറന്നു വച്ചിരിക്കുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ ഈ ഉപവാസവും പ്രാർത്ഥനയും ആ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ ശക്തരാക്കി മാറ്റുക. അപ്പോൾ ചിലർ ചോദിക്കും, ദൈവദാസനെ എന്തിനാണ് ഞങ്ങൾക്ക് അങ്ങനെ ഒരു ശക്തി? ദൈവം വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് നടന്നു പോയാൽ പോരെ? പോരാ പോരാ പോരാ. ആ വാക്യത്തിന്റെ അവസാന ഭാഗത്തിലേക്ക് വന്നേ. അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ. വാതിൽ മുൻപിൽ തുറന്നിരിക്കുമ്പോഴും ആ വാതിലിലൂടെ പ്രവേശിക്കുവാൻ കഴിയാതെ, മീൻസ് നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള, നിങ്ങൾ ആഗ്രഹിക്കുന്നത് പ്രാപിച്ചെടുക്കുവാനുള്ള, നിങ്ങൾക്ക് വേണ്ടത് നേടിയെടുക്കുവാനുള്ള വഴികൾ, വാതിലുകൾ മുമ്പിൽ തുറക്കപ്പെട്ടിരിക്കുമ്പോഴും കടന്നു ചെന്നത് പ്രാപിച്ചെടുക്കുവാൻ കഴിയാത്ത വിധത്തിൽ നിങ്ങൾ പലപ്പോഴും അശക്തരായിത്തീരുന്നു. ആ അശക്തിയെ മറികടക്കുവാനാണ് പ്രാർത്ഥനയും ഉപവാസവും. നിങ്ങളുടെ അശക്തിയെ മാറ്റി നിങ്ങളെ ശക്തരാക്കി മാറ്റുവാൻ, നിങ്ങളെ ബലവാന്മാരാക്കി മാറ്റുവാൻ പ്രൈസ് ഫാമിലി പ്രാർത്ഥനയോടെ ഉപവാസത്തോടെ നിങ്ങൾക്കൊപ്പമായിരിക്കുന്നു. പ്രാർത്ഥനയുടെയും ഉപവാസത്തിന്റെയും ശക്തിയാൽ നിങ്ങൾ ബലവാന്മാരായി മാറുന്നു. ദൈവം തുറന്നു വെച്ച വാതിലിലൂടെ കടന്നുപോയി നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പ്രാപിച്ചെടുക്കുവാൻ യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി അതേ ചില പുതിയ വാതിലുകൾ, ചില പുതിയ വഴികൾ ദൈവം നിനക്ക് വേണ്ടി തുറന്നു വച്ചിരിക്കുന്നത് നീ പ്രയോജനപ്പെടുത്തുവാൻ പോകുക. സഹോദര, സഹോദരി, ആ തൊഴിലിടത്തിൽ എല്ലാ വഴികളും അടഞ്ഞു, എല്ലാ വാതിലുകളും എനിക്ക് വിരോധമായി അടച്ചുറപ്പിച്ചിരിക്കുന്നു. നല്ലതൊന്നും ഇനി പ്രതീക്ഷിക്കുവാനില്ല. അയ്യോ കർത്താവേ, നീ എന്നെ കൈവിട്ടു, അവരെന്നെ കളിയാക്കുന്നു, ഇവരെന്നെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു, ഞാൻ എങ്ങനെ തലകുനിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കേണ്ടി വരുന്നത് പോലെ അങ്ങനെ ഞാൻ നാട്ടിൽ പോകേണ്ടി വരുമല്ലോ എന്ന് ചിന്തിച്ചു ഭാരപ്പെട്ടായിരിക്കുന്ന നിന്നോട് തന്നെ കർത്താവ് വഴികളെ, വാതിലുകളെ, യെസ്, നീ ആഗ്രഹിച്ചു കടന്നുപോയത് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം വഴികളെ, വാതിലുകളെ നിനക്ക് മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്നു. എങ്ങനെ? വിശാലതയിൽ തുറന്നു വച്ചിരിക്കുന്നു. യെസ്, യേശുവിൻ നാമത്തിൽ. പിന്നെയും ഞാൻ ചിന്തിച്ചു തുടങ്ങിയ ആ ഭാഗത്തേക്ക്, അല്ല, നമ്മൾ ചിന്തിച്ചു തുടങ്ങിയ ഭാഗത്തേക്ക് നിങ്ങളെ കൊണ്ടുപോവുകയാണ്. കുരുടൻ, അവനൊന്നും കാണുന്നില്ല, കുറ്റിരുട്ട് മാത്രം. ഒരു നിമിഷം ഒന്ന് കണ്ണടച്ച് എന്തെങ്കിലും കാണാൻ പറ്റുന്നുണ്ടോ? ഇരുട്ട് മാത്രം, ഇരുട്ട് മാത്രം. എന്നാൽ അവൻ്റെ കണ്ണു തുറന്നപ്പോൾ വിശാലമായൊരു ലോകം, ആ ലോകം മുഴുവൻ അവന് മുമ്പിൽ വഴിയാ. ഓ താങ്ക് ഗോഡ്. ദൂത, അമ്മ, നിനക്ക് മുമ്പിൽ ഒരു വാതിൽ പോലും അടച്ചു വെക്കുവാൻ ഒരു പന്ന പിശാചിനും കഴിയത്തില്ല, ഒരു ശത്രുവിനും കഴിയത്തില്ല. നിനക്ക് മുമ്പിലുള്ള സാധ്യതയുടെ ഒരു വാതിൽ പോലും അടച്ചു കളയുവാൻ ഓ താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വിശാലതയിൽ തുറന്നു വെച്ച വഴികൾ, വാതിലുകൾ. ആമേൻ. പ്രാർത്ഥിക്ക്. ഓ താങ്ക് ഗോഡ്, നീ ആ വഴികളിലൂടെ പ്രവേശിച്ച് നിന്റെ വാഗ്ദത്തത്തെ പ്രാപിച്ചെടുക്കുവാൻ പോകുക. സ്വന്തം ഭവനം ഉണ്ടാക്കിയിട്ടേ നീ ആ രാജ്യത്തിൽ നിന്നും മടങ്ങത്തുള്ളൂ. ഓ സ്തോത്രം. വാടക വീടിൽ ഇനിയും കടന്നുപോയി ഇല്ലെന്നേ. കടം തീർത്തിട്ടേ സഹോദരി, സഹോദര, കടം തീർത്തിട്ടേ നീ മടങ്ങത്തുള്ളൂ. ആ വിശാലത അനുഭവിച്ചിട്ടേ നീ മടങ്ങത്തുള്ളൂ. അതിന് തക്കവണ്ണം നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് പുറത്തേക്ക്, നിന്റെ സ്വപ്നങ്ങളിലേക്ക് നിന്നെ കൊണ്ടുചെന്നെത്തിക്കുന്ന ആ വിശാലതയിലേക്ക് ഒരു മൈഗ്രേഷൻ ആഗ്രഹിച്ച് ചിലർ പ്രാർത്ഥനയുടെ ദിവസങ്ങളിലായിരിക്കുന്നുണ്ട്. പ്രിയരെ, കർത്താവ് വാതിൽ തുറന്നു തരിക. യെസ്, അങ്ങനെ വിശ്വസിക്കേണ്ട. വാതിൽ തുറന്നു വച്ചിരിക്കുക. നീ അതിലൂടെ പ്രവേശിക്കുവാൻ പോകുക. ചിലർക്ക് ഭയമാണ്. മുൻപോട്ട് പോകുമ്പോൾ ഒരു വഴിയുണ്ട്, ഒരു സാധ്യതയുണ്ട്, ഇന്നയാൾ പറഞ്ഞു, പക്ഷേ ഒരു പേടിയാ. അയ്യോ ദൈവദാസനെ, പോയാൽ എന്തായിത്തീരും? കടിച്ചു പിടിച്ചതും കൊതിച്ചതും നഷ്ടപ്പെട്ടു പോവോ? അല്ലേ? അങ്ങനെയല്ലേ ചിന്ത. ഞാനിനി ഇറങ്ങിപ്പോകുമ്പോൾ വഴിയെങ്ങാനും അടഞ്ഞു പോവോ? ഞാൻ വീണ്ടും കഷ്ടതയിലാവും, ഞാൻ വീണ്ടും കഷ്ടത്തിലാവും. ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ? അയ്യോ, എന്താ ദൈവദാസൻ പറയാൻ പോകുന്നേ? ഞാനല്ല പറയുന്നേ, ദൈവം പറയുന്നു. ആ വാക്യത്തിലേക്ക് തന്നെ, 8 തന്നെ വീണ്ടും വന്നേ. ഞാൻ നിന്റെ മുമ്പിൽ ഒരു വാതിൽ തുറന്നു വച്ചിരിക്കുന്നു, അത് ആർക്കും അടച്ചുകൂടാ. അത് ആർക്കും അടച്ചുകൂടാ. ആർക്കും അടച്ചുകൂടാത്തൊരു വഴി, വാതിൽ നിന്റെ സ്വപ്നങ്ങളെ പൂവണിയിക്കുന്ന ആ വിദേശ രാജ്യത്തേക്ക്, യെസ്, ആ യൂറോപ്യൻ കൺട്രീസിലേക്ക് കർത്താവ് തുറന്നു വച്ചിരിക്കുന്നു. ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ നീ അതിലൂടെ പ്രവേശിക്കുവാൻ പോകുക. അതിന് തക്കവണ്ണം നിന്റെ മേൽ ശക്തി പകരപ്പെടുക. യെസ്, യേശുവിൻ നാമത്തിൽ. ഓ താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. പിന്നെയും സംശയം തീരണമെന്നില്ല. തുറന്നിരിക്കുന്നു, അടഞ്ഞു പോയാലോ ദൈവദാസനെ?
അതേക്കുറിച്ച് പറഞ്ഞില്ലല്ലോ, പറയാമെന്ന് പറഞ്ഞ് പറ്റിച്ചതല്ല. 7-ാമത്തെ വാക്യത്തിലേക്ക് കടന്നു വന്നേ. അവിടെ 2-ാമത്തെ ഭാഗത്തിൽ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: വിശുദ്ധനും സത്യവാനും ദാവീദിന്റെ താക്കോലുള്ളവനുമായി ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്നവൻ, ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും. എൻ്റെ യേശു തുറന്നിട്ടുണ്ടെങ്കിൽ അതാർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല. നിന്റെ വാഗ്ദത്തത്തിലേക്ക് എൻ്റെ യേശു ഒരു വഴി തുറന്നിട്ടുണ്ട്. അവനത് തുറന്നിട്ടുണ്ടെങ്കിൽ ആർക്കും അത് അടയ്ക്കുവാൻ കഴിയത്തില്ല. നിന്റെ വാഗ്ദത്തത്തിലേക്ക് തുറക്കപ്പെട്ട വാതിലിനെ അടച്ചു കളയുവാൻ ആർക്കും കഴിയത്തില്ല. യേശുവിൻ നാമത്തിൽ ആമേൻ. സഹോദര, നിങ്ങളുടെ കുടുംബജീവിതം സന്തോഷമായി സമാധാനമായി മുൻപോട്ട് പോകുവാൻ തക്കവണ്ണം മുമ്പിൽ തുറന്നു വച്ചിരിക്കുന്ന ഒരു വഴി, വാതിലുണ്ട്. നീ അതിലൂടെ പ്രവേശിച്ച് കുടുംബമായി സന്തോഷമായി ഒരുമിച്ച് വസിക്കുവാൻ പോകുക. ചിന്തിച്ച് നിൽക്കുക, മുൻപോട്ട് പോയാൽ ഞാൻ ഒറ്റയ്ക്കേ കാണത്തുള്ളൂ, എൻ്റെ ഭർത്താവ് കൂടെ ഇല്ല. അതാ ടെൻഷൻ. ആമേൻ. ആ വാതിൽ നിനക്ക് വേണ്ടി തുറന്നവൻ നിന്നെ ഒറ്റയ്ക്ക് അതിലൂടെ നടത്താമെന്നല്ല പറഞ്ഞത്. നിങ്ങൾ ഒരുമിച്ച് സന്തോഷമായി ദേശത്തിൽ പാർത്ത് കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ പോകുക. യെസ്, അതിന് തക്കവണ്ണം വാഗ്ദത്തത്തിലേക്ക് നിങ്ങൾ ഒരുമിച്ച് നടക്കുവാൻ പോകുക. കുടുംബജീവിതത്തിലെ അനുഗ്രഹമെന്ന, കുടുംബജീവിതത്തിലെ സന്തോഷമെന്ന യാസ് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, തകർത്ത് കളഞ്ഞ പിശാച് തകർത്ത് കളഞ്ഞതിൻ്റെ കുടുംബജീവിതത്തെ പണിത് നിങ്ങളെ ഒരുമിച്ച് വാഗ്ദത്തത്തിലേക്ക് എൻ്റെ കർത്താവ് നടത്തുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് അവനെ മടക്കി വരുത്തി അവനെ വലിച്ചു കൊണ്ടുപോകുന്ന ചില വാതിലുകൾ, സ്തോത്രം, തുറന്നിരിക്കുക ജീവിതത്തിലേക്ക്. കൂട്ടുകാർക്ക് കടന്നു വരുവാനുള്ള വാതിൽ, മദ്യത്തിന് കടന്നു വരുവാനുള്ള വാതിൽ, മോശം വ്യക്തികൾക്ക് കടന്നു വരുവാനുള്ള വാതിൽ, ചൂഷകർക്ക് കടന്നു വരുവാനുള്ള വാതിൽ, മോശം സ്വഭാവത്തിൻ്റെതായ വാതിലുകൾ തുറന്നു വച്ചിരിക്കുക. നിനക്കറിയാം, ഈ വാതിലുകൾ ഇങ്ങനെ ഉള്ളിടത്തോളം കാലം എൻ്റെ ഭർത്താവ് രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞാനും രക്ഷപ്പെടാൻ പോകുന്നില്ല, ഞങ്ങളിങ്ങനെ കരഞ്ഞ് ജീവിതം അവസാനിക്കും, തീർന്നില്ല. 7-ാമത്തെ വാക്യം വ്യക്തമായി നിങ്ങൾ മനസ്സിലാക്കുക. പറ്റുമെങ്കിൽ കാണാതെ പഠിക്കുക. അവൻ തുറന്നാൽ ആർക്കും അടയ്ക്കുവാൻ കഴിയത്തില്ല, തീർന്നില്ല. അവൻ അടച്ചാൽ ആരും തുറക്കത്തുമില്ല. നിന്റെ ഭർത്താവിനെ, സ്തോത്രം, മദ്യത്തിലേക്ക്, മയക്കുമരുന്നിലേക്ക്, ലഹരിയിലേക്ക്, മോശം കൂട്ടുകെട്ടുകളിലേക്ക് വലിച്ചു കൊണ്ടുപോയി നിന്റെ ജീവിതത്തെ കണ്ണുനീരിലും നിലവിളിയിലും നിരാശയിലും തളച്ചിടുന്ന, സ്തോത്രം, ആ വാതിലുകളെ കർത്താവിന് അടയ്ക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ ചില വാതിലുകളെ അടച്ച് തുറന്നു വെച്ചിരിക്കുന്ന വാതിലിലൂടെ നീ സന്തോഷത്തിലേക്ക് പ്രവേശിച്ച് നടന്നെടുക്കുവാൻ പോകും. യെസ്, തുറക്കപ്പെട്ടിരിക്കുന്ന വാതിലുകളിലൂടെ നിങ്ങൾ ഒരുമിച്ച് നടന്ന് മുന്നേറുവാൻ പോകുക. താങ്ക് ഗോഡ്. ചില വാതിലുകൾ അടയുക. സ്തോത്രം, മദ്യപാനത്തിൻ്റെതായ വാതിൽ അടയുക. യേശുവിൻ നാമത്തിൽ ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. കൂട്ടുകെട്ടിൻ്റെതായ വാതിലുകൾ അടയുക. സ്തോത്രം, പാഴ്ചെലവിൻ്റെതായ ദൂർത്തിൻ്റെതായ വാതിലുകൾ അടയുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി പിശാച് നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു വെച്ച സകല വാതിലുകളെ പിന്നെ ഒരിക്കലും ആർക്കും, ഒരു പിശാചിനാൽ പിടിക്കപ്പെട്ടവർക്ക് തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ അടച്ച് താഴിട്ട് പൂട്ടി. ആമേൻ. താഴിട്ട് പൂട്ടി. അതാ പറഞ്ഞ, അവൻ്റെ കയ്യിൽ താക്കോലുണ്ട്, അവൻ പൂട്ടും. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ സ്തോത്രം. സഹോദര, നിന്റെ ഭാര്യ പിന്നെയും പലരുടെ വാക്ക് കേട്ട് ആമേൻ, ആ വഴി അവൻ അടയ്ക്കും, പൂട്ടും. യെസ്, യേശുവിൻ നാമത്തിൽ തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാതാവേ, പിതാവേ, നീ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് ആ വഴികൾ പൂട്ടപ്പെടണം. എൻ്റെ മക്കളെ വലിച്ചു കൊണ്ടുപോകുന്ന, പരാജയത്തിലേക്ക് തള്ളിയിടുന്ന, മദ്യത്തിൽ അടിമപ്പെടുത്തുന്ന, കൂട്ടുകെട്ടുകളിൽ പെടുത്തിക്കളയുന്ന ആ വാതിലുകൾ അടയണം. ആ വഴികൾ അടയണം. നിനക്ക് പറ്റിയിട്ടില്ല, നിന്നെ അറിയുന്നവർക്ക് പറ്റിയിട്ടില്ല, കരുത്തരെന്ന് വിചാരിച്ച പലർക്കും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നീ ചിന്തിക്കുന്നുണ്ട് ഇനി ആർക്കും പറ്റത്തില്ല. ലോകം പറയുന്നുണ്ട് ആർക്കും പറ്റത്തില്ല. നീ അറിയുന്ന ആർക്കും പറ്റത്തില്ല. അതിരിക്കെ ഞാൻ അറിയുന്ന, നീ പ്രതീക്ഷയോടെ നോക്കുന്ന എൻ്റെ കർത്താവിന് പറ്റും. അവൻ്റെ കയ്യിൽ താക്കോൽ കൂട്ടമുണ്ട്. ആ വാതിലടച്ച് അവൻ പൂട്ടുവാൻ പോകുക. യെസ്, യേശുവിൻ നാമത്തിൽ നിന്റെ തലമുറകളെ വലിച്ചു കൊണ്ടുപോകുന്ന, പരാജയത്തിൻ്റെ പടുകുഴിയിൽ തള്ളിയിട്ട് കളയുന്ന, മദ്യത്തിന് മയക്കുമരുന്ന് ലഹരികൾക്കും അടിമയാക്കി ദേശത്തിനെ പരിഹാസ വിഷയങ്ങളാക്കി നിന്റെ തലമുറകളെ നിർത്തുന്ന ആ വാതിലുകൾ, അവരിറങ്ങിപ്പോകുന്ന വാതിലുകളെ കർത്താവ് അടക്കിയ. ചില വഴികളെ അടക്കിയ. താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. ചില വഴികൾ അടയുമ്പോൾ, ചില വാതിലുകൾ അടയുമ്പോൾ സങ്കടപ്പെടരുത്, നിലവിളിക്കരുത്. ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. 100 കണക്കിന് സാക്ഷ്യങ്ങളുണ്ട്, പറഞ്ഞാൽ തീരത്തില്ല. പറഞ്ഞു തുടങ്ങിയാൽ എനിക്ക് നിർത്താനും പറ്റത്തില്ല. അതുകൊണ്ട് മാത്രം ഞാൻ പറയാതെ പോകുന്നു. ഒന്ന് തൊട്ടുപോകാം. മദ്യപാനം, സഹിക്കുവാൻ കഴിയാത്ത മദ്യപാനം, അങ്ങനെ വിളിച്ച ഒത്തിരി പേർ, ഒരാളിൻ്റെ മാത്രമല്ല. ഞാൻ പറയുന്നൊരു കാര്യമുണ്ട്, സഹോദരി, ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിക്കുക, കർത്താവ് പ്രവർത്തിക്കും. ഒത്തിരി സഹോദരിമാർ
റിസൾട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട് സങ്കടത്തോടെ. എന്തിനാ സങ്കടമെന്നു? ഭർത്താവ് മദ്യപിക്കുവാൻ പോയിട്ട് വെളിയിലിറങ്ങാൻ പറ്റാതെ വീട്ടിനകത്തുണ്ട്. ആ സങ്കടത്തിൻ്റെ കാരണം വീട്ടിനകത്തുണ്ട്. സങ്കടത്തിൻ്റെ കാരണം വരുമാനമില്ലാതായിരിക്കുന്നു. ഇപ്പം കുടിക്കാനൊന്നും പോകണ്ട. ഞാൻ പറഞ്ഞു തീർന്നില്ല, വിട്ടുകളയണ്ട, പ്രാർത്ഥിക്ക്. അവർ പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. വീണ്ടും ധൈര്യത്തോടെ, പിന്നെയും സന്തോഷത്തോടെ സാക്ഷ്യം പറഞ്ഞു. ദൈവദാസനെ, പിന്നെയും ജോലി കിട്ടി, ഇപ്പോൾ നേരം കാലം വീട്ടിൽ വരും, വീട്ടിനകത്തുണ്ട്. ആദ്യം ചിലതിനെ അടയ്ക്കും. ഓ താങ്ക് ഗോഡ്. ചിലത് അടഞ്ഞാലേ തുറന്നിരിക്കുന്ന വഴിയിലൂടെ ലെവൻ നടന്നു പോകത്തുള്ളൂ. ഓ താങ്ക് ഗോഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതെപ്പോഴും ഓർമ്മ വേണം. ദൈവസന്നിധിയിൽ നിങ്ങൾ ചില വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ചിലത് അടയും, ചില വാതിലുകൾ അടയും. പ്രാർത്ഥനയുടെ മറുപടിക്ക് മുമ്പ് ഈ 21 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ ചിലർ വല്ലാതെ ഭയന്നു പോകും. അയ്യോ ദേവദാസനെ, കയ്യിലുണ്ടായിരുന്ന പോയേ. നമ്മൾ എന്തിനാ പ്രാർത്ഥിച്ചേ? ഉത്തരത്തിലിരിക്കുന്നേ എടുക്കാൻ വേണ്ടിയല്ലേ. അപ്പോൾ കഷത്തിരിക്കുന്നത് പ്രതീക്ഷിച്ചിട്ട് കാര്യമുണ്ടോ? അത് പോണം. കഷത്തിരിക്കുന്ന പോയാലേ ഉത്തരത്തിലിരിക്കുന്ന കിട്ടത്തുള്ളൂ. മനസ്സിലായില്ലേ? കഷത്തിങ്ങനെ വെച്ചിരിക്കുക. അതാണ് കഷത്തിങ്ങനെ വെച്ചിരിക്കുക. ഇങ്ങനെ ഉത്തരത്തിലുണ്ട്, എടുക്കാൻ പറ്റുമോ? ഇല്ല. ഉത്തരത്തുള്ള ഇങ്ങനെ എടുക്കുമ്പോൾ കഷത്തുള്ള പോവും. ഇതിപ്പോൾ ഞാൻ പിടിച്ചു, എനിക്ക് ആവശ്യമുള്ളതുണ്ട്, പോട്ടെ. ചിലത് പോയിട്ട് നിങ്ങൾക്കുള്ളത് കിട്ടും. അപ്പോൾ ചിലത് അടയണം. ആമേൻ. അടഞ്ഞ വാതിലിന് മുമ്പിൽ കരയുന്നവരുണ്ട്. അതൊന്ന് തുറന്നു കിട്ടാൻ, അതല്ല, വേറെ തുറന്നു വെച്ചിട്ടുണ്ട്. ഓ താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ മക്കളുടെ അഡ്മിഷനുമായി ബന്ധപ്പെട്ട് ഭാരപ്പെടുന്ന സഹോദരൻ, നിന്നോടുള്ള ദൂത തുറന്നു വെച്ചിട്ടുണ്ട്. മാതാവേ, ഭാരപ്പെടേണ്ട. അവർക്ക് വേണ്ടിയുള്ളത് കർത്താവ് വിശാലതയിൽ തുറന്നു വെച്ചിട്ടുണ്ട്. വഴിയെന്ന് തോന്നാത്ത വിധത്തിൽ. ആ കുരുടനിലേക്കൊന്ന് ചിന്തിച്ചേ. അവൻ കണ്ണൂർ നോക്കുമ്പോൾ മൊത്തം വഴിയാ. ഇത് ഇനി വഴിയാണോന്ന് ചോദിച്ചാൽ അല്ല. വഴിയല്ലേന്ന് ചോദിച്ചാൽ വഴിയാണ്. വെളിച്ചത്തിൽ അവർ മുൻപിൽ മുഴുവൻ സാധ്യതകളാണ്. നിന്റെ തലമുറകൾക്ക് മുമ്പിൽ മുഴുവൻ സാധ്യതകളാണ്. ഓ താങ്ക് ഗോഡ്. ഈ ലോകം മുഴുവൻ അവരുടെ സാധ്യതയാണ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. ഈ ലോകം മുഴുവൻ നിന്റെ തലമുറകളുടെ സാധ്യതയാണ്. ഏതെങ്കിലും ഒരു സ്കൂളിലോ കോളേജിലോ ഏതെങ്കിലും ഒരു രാജ്യത്തോ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിലോ അല്ല. അത് കുരുടൻ്റെ. അവർ കാഴ്ച പ്രാപിച്ചു. അവർക്ക് മുമ്പിൽ ദൈവം വിശാലമായൊരു വഴി തുറന്നു വച്ചിരിക്കുന്നു. ലോകം മുഴുവൻ അവരുടെ സാധ്യത. യേശുവിൻ നാമത്തിൽ സഹോദരി സഹോദരൻ, ലോകം മുഴുവൻ നിന്റെ സാധ്യതയാണ്. ഓ താങ്ക് ഗോഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി വാതിൽ തുറന്നു വച്ചിരിക്കുന്നു. സൗഖ്യത്തിലേക്ക് നീ നടന്നു കയറുന്ന വാതിൽ. യേശുവിൻ നാമത്തിൽ അമേൻ. കർത്താവ് സൗഖ്യമാക്കി ആ തുറന്നു വെച്ചിരിക്കുന്ന വാതിലൂടെ. സൗഖ്യമായപ്പോഴായി കുരുടൻ കണ്ടേ. ആ സീസൺ, യേശുവുമായിട്ട് മീറ്റ് ചെയ്ത സീസൺ കഴിഞ്ഞ് കുരുടൻ തുറന്നു നോക്കിയപ്പോൾ മൊത്തം വിളിച്ചോ. അയ്യോ, ഇതിന് മാത്രം. കുരുടൻ പെട്ടെന്ന് കണ്ണൊക്കെ ഇങ്ങനെ ഇറുക്കി അടച്ചാണ്. കാരണം പെട്ടെന്ന് അവൻ്റെ കണ്ണിലേക്ക് ഇത്രയും വെളിച്ചം കയറുക പറ്റത്തില്ല. നിങ്ങൾ ഉറക്കം എഴുന്നേറ്റ് വന്നിട്ട് പെട്ടെന്ന് സൂര്യപ്രകാശത്തിലേക്ക് നോക്കി എങ്ങനെ ഇരിക്കും, അതുപോലെ അതിൻ്റെ ഒരു 100 ഇരട്ടി എഫക്റ്റ് ആയിരിക്കും അവൻ്റെ കണ്ണിനുണ്ടായത്. ഞാനിങ്ങനെ പറയാം, വിടുതൽ കണ്ടവൻ്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി നിങ്ങളുടെ. താങ്ക് ഗോഡ്. ഇങ്ങനെ കണ്ണ് മഞ്ഞളിച്ച് നിങ്ങൾ ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുവാൻ പോവുക. ഇതെങ്ങനെ സംഭവിച്ചു? താങ്ക് ഗോഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തുറന്നു വരിക വഴികൾ, വാതിലുകൾ. ഭവനത്തിനകത്തു നിന്ന് ആത്മീയ തലത്തിലേക്ക്, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്ന തലത്തിലേക്ക് ഭവനത്തിന് അകത്തുനിന്ന് ചിലരെ കർത്താവ് പുറത്തു കൊണ്ടുവരികയാണ്. അതിന് തക്കവണ്ണം തുറന്നു വച്ചിരിക്കുന്ന വാതിലിലൂടെ നടക്കുവാൻ കഴിയാതെ ബലഹീനരായിരിക്കുന്ന ചിലർ ഈ ഉപവാസത്തെ, പ്രാർത്ഥനയെ തുടർന്ന് ശക്തി പ്രാപിച്ച് യേശുവിൻ നാമത്തിൽ ആമേൻ. മാതാവേ, പിതാവേ, നിങ്ങളുടെ മക്കൾ ശക്തി പ്രാപിച്ചു കർത്താവിൻ്റെ വേല ചെയ്യുവാൻ പോകുക, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുവാൻ പോകുക, നിങ്ങളുടെ ആത്മീയ ജീവിതം പണിയപ്പെടുവാൻ പോകുക. വാതിൽ തുറന്നു വച്ചിരിക്കുന്നതാണ്, ഞാൻ പറയുന്നതല്ല.
നിങ്ങളത് കേട്ടിട്ടുള്ളതാണ്. പലവരും നിന്റെ കുടുംബത്തിനകത്ത് കർത്താവിൻ്റെ വേല ചെയ്യുന്നവനുണ്ട്, വേല ചെയ്യുന്നവളുണ്ട്. നിങ്ങൾ കുടുംബമായി കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും. പെട്ടെന്ന് അയ്യോ ദൈവദാസനെ വെള്ളയും ഇട്ട് മീശയും താടിയും എടുത്ത് അയ്യോ ഞങ്ങൾക്ക് ബൈബിളും നെഞ്ചത്തിറക്കി ഇങ്ങനെ തേരാപ്പാര റോഡിൽ കൂടെ നടക്കുന്ന അയ്യോ പ്രിയരെ, അതാണ് സുവിശേഷമെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുന്നുവെങ്കിൽ നിങ്ങൾ പിശാചിനാൽ തെറ്റിക്കപ്പെട്ടിരിക്കുന്നു, നിങ്ങൾ പിശാചിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നു. സന്തോഷത്തോടെ അതിലുപരി ഈ വേദപുസ്തകം നൽകുന്ന ആ ഊർജത്തിൽ നിന്നുകൊണ്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവനായി വിളിച്ചു പറയട്ടെ, നീ ഒരു വിശ്വസ്ത സാക്ഷിയായി, മീൻസ് ഭക്തനായി, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഭക്തിയോടെ നിൽക്കുന്നവനായി, അതിന് തക്കവണ്ണമുള്ള ജീവിതമുള്ളവനായി ദേശത്തിൽ പാർക്കുകയും നിന്റെ ജീവിതം അത് മുഖാന്തരം അനുഗ്രഹിക്കപ്പെടുകയും ചെയ്താൽ അത് തന്നെയാണ് സുവിശേഷം, അത് തന്നെയാണ് ദേശം നിന്നിലൂടെ യേശുവിലേക്ക് വരുവാനുള്ള വഴിയും വാതിലുമായി തുറന്നു വയ്ക്കപ്പെട്ടിരിക്കുന്നത്. നീ വെള്ളയിട്ടത് കൊണ്ടോ മീശ എടുത്തത് കൊണ്ടോ ബൈബിളുമായി തേരാപ്പാര നടന്നതുകൊണ്ടോ നിനക്കൊരു വിശ്വസ്തത ദൈവസന്നിധി ഇല്ല എങ്കിൽ നിന്റെ കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ നിങ്ങൾക്ക് ഉള്ളത് വലുതെന്തെങ്കിലും വേണമെന്നല്ല, ഉള്ളത് കൊണ്ട് സന്തോഷിച്ച് പരസ്പരം സ്നേഹത്തിൽ ഐക്യതയിൽ നിൽക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ പറയുന്ന സുവിശേഷം അത് വെറും സിനിമാ കഥയാ, അത് വെറും സീരിയൽ കഥയാ. ആരും ഏറ്റെടുക്കത്തില്ല. കേട്ട് ഹ ഹ ഹ എന്ന് ചിരിച്ചേക്കാം. ഏറ്റെടുക്കണമെങ്കിൽ അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമെങ്കിൽ നിങ്ങളുടെ ജീവിതം മാറണം, നിങ്ങളുടെ ജീവിതം മാറും. അതാ നിങ്ങൾ കർത്താവിൻ്റെ വേലക്കാരായി മാറുവാൻ പോകുക. നിങ്ങളെ കണ്ട് ദേശത്തിൽ കരയുന്ന ഒത്തിരി അമ്മമാർ പറയും, അതേ എൻ്റെ ജീവിതത്തിൽ മാറ്റം വേണം. സഹോദര, നിന്നെ കണ്ട് നിനക്കൊപ്പം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്ന കൂടെ ജോലി ചെയ്യുന്നവർ പറയും, എനിക്കും മാറണം, എനിക്കും നിന്നെ പോലെ മാറണം. ദിവസനയിൽ വിശ്വസ്തയിലായിരിക്കുവാൻ നീ തയ്യാറാണോ? അതിനുവേണ്ടിയാണ് ഈ പ്രാർത്ഥന ഉപവാസവും. നിന്നെ ശക്തിപ്പെടുത്തുവാൻ, നിന്റെ ബാലാരിഷ്ടതകളിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ. നിനക്ക് ശക്തിയില്ല. ആ ശക്തി പ്രാർത്ഥനയുടെ ഉപവാസത്തിലൂടെ ഉണ്ടാകും. എനിക്കും ശക്തിയില്ല. പലപ്പോഴും ഞാനും തളർന്നു പോകാറുണ്ട്, ബലഹീനപ്പെട്ടു പോകാറുണ്ട്. ആ വഴിയിലേക്ക് പ്രവേശിക്കുവാൻ ശക്തിയില്ലാതെ വാഗ്ദത്തത്തിലേക്ക് കർത്താവ് എനിക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുന്ന, ആർക്കും ഒരു പന്ന പിശാചിനും അടച്ചു കളയുവാൻ കഴിയാത്ത വിധത്തിൽ തുറന്നു വെച്ചിരിക്കുന്ന വഴിയിലേക്ക് പ്രവേശിക്കുവാൻ കഴിയാതെ കാൽ വലിച്ച് ഞാനിങ്ങനെ നിൽക്കുമ്പോൾ എനിക്കറിയാം ശക്തി പോരാ. അപ്പോൾ ഞാൻ ഉപവസിക്കും, അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കും. ശക്തിയോടെ വാഗ്ദത്തത്തിനായി തുറന്നു വെച്ചിരിക്കുന്ന വാതിലുകൾ ഒന്നൊന്നായി കടന്നു പോകും, വാഗ്ദത്തങ്ങളെ പ്രാപിച്ചെടുക്കും. ആ വാഗ്ദത്ത നിവൃത്തിയുടെ ഉത്തമ സാക്ഷിയായി നിങ്ങൾക്ക് മുമ്പിൽ പ്രാർത്ഥനയോടെ നിൽക്കും. നിങ്ങളോട് കർത്താവിനെ കുറിച്ച് പറയും. അടഞ്ഞുപോയ വാതിലുകളെ ഇനി തുറന്നു തരുമെന്നല്ല, കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. ആ ദേശത്തിൽ നീ തുടങ്ങിയ സ്ഥാപനം പൂട്ടിപ്പോകാതിരിക്കുവാൻ, നിന്റെ കച്ചവടം പൂട്ടി, ഓ സ്തോത്രം, നീ ഈ വാരിക്കെട്ടി നാട് വിട്ടു എന്ന് പറയാതിരിക്കുവാൻ തക്കവണ്ണം ആ ബിസിനസ്സിനെ കർത്താവ് അനുഗ്രഹിക്കുക. വഴികളെ വാതിലുകളെ തുറന്നു വരിക. ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ തക്കവണ്ണം വഴികളെ വാതിലുകളെ കർത്താവ് തുറന്നു വെച്ചിട്ടുണ്ട്. നീ മുൻപോട്ട് പോകുവാൻ പോകുക. ചിലതൊക്കെ വിട്ടുകളഞ്ഞാൽ, ചില ഈഗോ വിട്ടുകളഞ്ഞാൽ, പലർക്കും ഈഗോയാ. അതാണ് പലരുടെയും ബലഹീനത. അയ്യോ ഞാൻ പോകത്തില്ല, ഞാൻ ചോദിക്കത്തില്ല, ഞാൻ പറയത്തില്ല. പലരും ഈ ഈഗോയെ പേടിച്ച് അല്ലെങ്കിൽ ഈഗോയ്ക്ക് വേണ്ടി വലിയ കടക്കാരായിക്കൊണ്ടിരിക്കുക. ചിലരോട് താഴ്മയോടൊന്ന് സംസാരിക്കുവാൻ, അല്ലെങ്കിൽ തങ്ങളെ സഹായിക്കുവാൻ പ്രാപ്തിയുള്ളവരോട് സഹായം അന്വേഷിക്കുവാൻ കഴിയാതെ പലരുടെ മുമ്പിൽ ഫാൾസ് ഈഗോ, അയ്യോ ഞാനെന്തോ വലിയവനാണ്, ഞാനങ്ങ് തകർന്നില്ലാതായി പോവും, ഞാൻ കടക്കാരനാണെന്ന് മറ്റുള്ളവർ അറിഞ്ഞാലെന്ന ചിന്തയിൽ നിന്നുകൊണ്ട് ഒരു കടം തീർക്കാൻ അതിലും വലിയ കടം വാങ്ങും, അതിലും വലിയ പലിശ. അങ്ങനെ ചെറിയ കടം പെരുകി വലിയ കടമായി. നിന്റെ ഫാൾസ് ഈഗോ നിന്നെ പിശാച് കൊന്നുകൊണ്ടിരിക്കുക. കടം വാങ്ങിയോ, കടക്കാരനായി, പിന്നെ എന്തിനാ ഈഗോ? അല്ലെങ്കിൽ ആരോടാ ഈഗോ കാണിക്കുന്നേ? ആരാ? നമ്മളൊക്കെ ആരാ? ഒരു നിമിഷം ഒന്ന് ചിന്തിക്ക്, പത്രം എടുത്ത് വായിക്ക്. അയ്യോ തെറ്റിപ്പോയി ദേവദാസനെ ബൈബിളാണ്, അല്ല പത്രം തന്നെ എടുത്തു വെച്ചിട്ട് അവസാനത്തെ പേജുകളിലാണെന്ന് തോന്നുന്നു, ചരമകോളമുണ്ട്, എടുത്തു വെച്ചൊന്ന് നോക്ക്. നിങ്ങളെക്കാളും ഈഗോ കാണിക്കാൻ പറ്റിയവരാ ഇന്നലെ ഈ ലോകം വിട്ടു പോയവരൊക്കെ. അറിയുന്ന അളവിൽ ഒരു തിരുവനന്തപുരത്തുള്ള എഡിഷൻ ആണെങ്കിൽ തിരുവനന്തപുരത്തുള്ള ചരമ വാർത്തകൾ പ്രധാനപ്പെട്ടത് മാത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ലോകം മുഴുവൻ നമ്മെക്കാൾ എത്രയോ ശ്രേഷ്ഠർ, പ്രഗത്ഭർ, മൂക്കിൽ നിന്ന് വരുന്ന ശ്വാസം നിന്നു, അങ്ങോട്ട് വലിക്കാൻ പറ്റിയില്ല, തീർന്നു, ഠും. നമ്മളാ ഇവിടെ കിടന്ന് എന്തോ വലിയ സംഭവമാണെന്ന്. 1 ലക്ഷമോ 10 ലക്ഷമോ 1 കോടി എത്രയാകട്ടെ നിങ്ങളുടെ കടം, കടക്കാരനല്ലേ, അത് നാട്ടുകാരറിഞ്ഞാൽ എന്താ? നിങ്ങൾ കടക്കാരെന്ന് നാട്ടുകാരറിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നിങ്ങളുടെ ബന്ധുക്കൾ അറിഞ്ഞാൽ എന്താ? ചിലപ്പോൾ അവർ ചിരിക്കുമായിരിക്കും. അവർ ചിരിച്ചാ
അവർ ചിരിക്കാതിരിക്കുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നുണ്ടോ? പ്രത്യേകമായിട്ടൊന്നും കിട്ടുന്നില്ല. പിശാച് നിങ്ങൾ അകത്തിരുന്ന് പൊളയ്ക്കും. നീ അവൻ്റെ മുമ്പിൽ വലിയ ആളാ, നീ അവളുടെ മുമ്പിൽ വലിയ ആളാ. ഈ ഫാൾസ് ഈഗോ, പിശാചിൻ്റെ പദ്ധതിയിൽ നിങ്ങൾ തകർന്നു പോകരുതേ. തുറന്നു വെച്ചിരിക്കുന്ന വഴിയുണ്ട്. ആ ഈഗോയൊക്കെ വിട്ടുകളഞ്ഞ് മുൻപോട്ട് പോകുക. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങൾ ആ കടക്കാരനായി മാറുന്നതിന് മുമ്പേ, കടം കൈനീട്ടി വാങ്ങുന്നതിന് മുമ്പേ നിങ്ങൾക്ക് വേണ്ടിയുള്ളത് കർത്താവ് ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ ഈഗോയൊക്കെ വിട്ടുകളഞ്ഞ് മര്യാദയ്ക്ക് താഴ്മയോടെ മുൻപോട്ട് പോയാൽ കർത്താവ് തരും. ഈ പ്രാർത്ഥന ഉപവാസം അതിനു വേണ്ടി. ആ ഈഗോ എല്ലാം പോട്ടെ, എല്ലാ ഈഗോയും മാറട്ടെ, എല്ലാ ദുർവാശികളും മാറട്ടെ, എല്ലാ മർക്കട മുഷ്ടികളും മാറിപ്പോകട്ടെ. താങ്ക് ഗോഡ്, യേശുവിൻ നാമത്തിൽ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. എന്താ മർക്കട മുഷ്ടി മനസ്സിലായില്ലേ? ഞാൻ അതും പറഞ്ഞു തന്നു. കുരങ്ങന്മാരെ പിടിക്കാൻ വേണ്ടി നാടോടികൾ ഉപയോഗിക്കുന്ന ഒരു ട്രിക്കാണ് കരിക്കിൽ. നമ്മുടെ തേങ്ങയുടെ ഇളയ സാധനം, അതിനാ കരിക്കെന്ന് പറഞ്ഞാൽ അതിലൊരു ഹോളിട്ടിട്ട് അകത്ത് ശർക്കര വയ്ക്കും. എന്നിട്ട് കുരങ്ങന്മാരുള്ള സ്ഥലത്ത് വെച്ച് കൊടുക്കും. അപ്പോൾ കുരങ്ങ് കൈ അകത്തിടും, ശർക്കരയെ പിടിക്കും. പക്ഷെ കൈ എടുക്കാൻ പറ്റത്തില്ല. കാരണം എന്താ? കൈക്കകത്തിരിക്കുന്ന പൂവെന്നുള്ളതുകൊണ്ട് കുരങ്ങ് കൈ നൂക്കത്തില്ല, കൈ മടക്കി വെച്ചിരിക്കുക. വലിച്ച് 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 ഒന്ന് കൈ നൂരെന്നേ, നൂര്. ഇതൊക്കെ എന്തിനാണെന്നറിയാം നിങ്ങളോട് പറയുന്നത്? നിങ്ങൾ ചില്ലറക്കാരല്ല, നിങ്ങൾ പ്രാർത്ഥിക്കുന്നവരാണ്. നിങ്ങളുടെ പ്രവൃത്തിയെ കർത്താവ് അറിയുന്നുണ്ട്. നിങ്ങൾ അല്പം ബലഹീനരെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് അല്പം ബലം കൂടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിലൂടെ കർത്താവിൻ്റെ നാമം ഉയരുവാൻ പോവുകയാന്നേ. കർത്താവിന് ഏറ്റവും നിങ്ങളിൽ ഇഷ്ടപ്പെട്ട കാര്യം എന്തെന്നറിയാമോ? നിങ്ങൾ വചനത്തിനൊപ്പം, അതാ പ്രൈസർ ഫാമിലിക്കൊപ്പമായിരിക്കുന്നു. ചുമ്മാ ഉള്ള പൊട്ടത്തനങ്ങളും മറ്റുള്ളവരെ കുറ്റം പറയുന്നതും പരിഹസിക്കുന്നതും കളിയാക്കുന്നതും കേട്ട് നിങ്ങളുടെ ജീവിതം കളയാതെ നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തിനൊപ്പം സത്യസന്ധമായ ലവലേശം മായമോ അങ്ങനെ ഒന്നും ചേർക്കാതെ ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടേ ഇരിക്കുന്നു. നോക്കിയാൽ അതിവിടെ എഴുതിയിട്ടുണ്ട് ആ ലാസ്റ്റ് ഭാഗത്ത്. എങ്കിലും നിങ്ങൾ അശക്തരാണെങ്കിലും എൻ്റെ വചനം കാത്തു, എൻ്റെ നാമം നിഷേധിച്ചതുമില്ല. തള്ളി പറയേണ്ടി വന്നിട്ടും നിങ്ങൾ തള്ളി പറഞ്ഞിട്ടില്ല. എൻ്റെ അപ്പനും നിങ്ങളെ തള്ളി പറയത്തില്ല. താങ്ക് ഗോഡ്. ആ തുറന്നു വെച്ചിരിക്കുന്ന വഴികളിലേക്ക്, വാതിലുകളിലേക്ക് പ്രവേശിക്കുവാൻ കർത്താവ് നിങ്ങളെ ശക്തീകരിക്കട്ടെ. അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു. അനുഗ്രഹമായെങ്കിലും ചെയ്യും. നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരിലേക്ക് ഈ മെസ്സേജ് ഷെയർ ചെയ്യുക. തളർന്ന് വഴികളടഞ്ഞായിരിക്കുന്നവരെ പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർത്ത് നിർത്തുക. ലൈവായി തന്നെ അവരുടെ വിഷയങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കുവാനുള്ള അവസരമുണ്ട്. വെള്ളിയാഴ്ച 11 മണി മുതൽ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവായി തന്നെ നിങ്ങൾ എവിടെയായിരുന്നാലും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾക്ക് പ്രാർത്ഥിക്കുവാനായി കഴിയും. നിങ്ങൾ ലൈവിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബാധിക്കപ്പെട്ടവരെയും ജോയിൻ ചെയ്യിപ്പിക്കുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ ലൈവിൻ്റെ ലിങ്ക് അവൈലബിൾ ആണ്. അല്ലെങ്കിൽ വാട്സപ്പുമായി ഞങ്ങൾ കോൺടാക്ട് ചെയ്യുന്നവർക്ക് അവരുടെ വാട്സപ്പിൽ ആ ലിങ്ക് അവൈലബിൾ ആയിട്ട് ലഭിക്കും. അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് കടന്നു വരണം, നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. അതുപോലെ നിങ്ങളുടെ മാത്രമായൊരു വിഷയത്തിന് വേണ്ടി ഉപവസിക്കണം, പ്രൈസർ ഫാമിലിക്കൊപ്പം ഉപവസിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായി കോൺടാക്ട് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് നിങ്ങളുടേതായ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കും. നിങ്ങളുടെ വിഷയങ്ങളും പ്രാർത്ഥന വിഷയങ്ങളും അറിയിക്കുക. എല്ലാ ഞായറാഴ്ചയും സഭാരാധനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങളൊരു ആരാധനയ്ക്ക് പങ്കെടുക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിൽ തന്നെ. ഇനി നിങ്ങളൊരു ആരാധനയ്ക്ക് പോകുന്നേ ഇല്ല, ധൈര്യമായി കടന്നു വരിക. നമുക്ക് ഒരുമിച്ച് കർത്താവിനെ സ്തുതിക്കാം, മഹത്വപ്പെടുത്താം, ആരാധിക്കാം. എന്നാൽ കണ്ണടച്ചോ. വിശ്വസ്ത കർത്താവെ നല്ല ദൈവമേ, ഉപവാസ പ്രാർത്ഥന 12ാമത്തെ ദിവസം അടിയൊപ്പമായിരിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇതുവരുടെ അത്ഭുതത്തിൻ്റെയും ദൈവപ്രവൃത്തിയുടെയും വാഗ്ദത്ത നിവൃത്തിയുടെയും ദിവസമായി മാറുവാൻ തക്കവണ്ണം ചില വാതിലുകളെ അടച്ച്, ആർക്കും തുറക്കുവാൻ കഴിയാത്ത വിധത്തിൽ അടച്ച്, ആർക്കും അടയ്ക്കുവാൻ കഴിയാത്ത പുതിയ വിശാലതയുടെ വാതിലുകൾ ഇവർക്ക് മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്ന ആ വാതിലുകളിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം ഇവരെ അങ്ങ് ശക്തീകരിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. ദൈവശക്തി ഇവരുടെ മേൽ പകരപ്പെട്ട് അപ്പോൾ വാഗ്ദത്തത്തിലേക്ക് ഇവർ കാൽ വയ്ക്കട്ടെ. തൊഴിലിടത്തിലെ നന്മ എന്ന വാഗ്ദത്തം, ആ വിശാലത എന്ന വാഗ്ദത്തം യേശുവിൻ നാമത്തിൽ താങ്ക് യു ലോർഡ്. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ജോലിയില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. യേശോപ്പാ അങ്ങ് ഇവർക്ക് ജോലി നൽകണമേ. യേശുവിൻ നാമത്തിൽ ജോലികൾ കിട്ടുന്ന കൃപയ്ക്കായി എല്ലാ തടസ്സങ്ങളും മാറിപ്പോകട്ടെ. സ്തോത്രം, സ്തോത്രം. ആമേൻ, ആമേൻ. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി തടസ്സം മാറട്ടെ. പുതിയ ജോലികൾ, വർഷങ്ങളായുള്ള കാത്തിരിപ്പുകൾക്ക് അറുതി വരികയാണ്. ആമേൻ. താങ്ക് യു ലോർഡ്. ഇൻ്റർവ്യൂകൾ കഴിഞ്ഞ് കാത്തിരിക്കുന്നവർക്ക് വേണ്ടി കർത്താവ് പ്രാർത്ഥിക്കുക. എല്ലാ ബാധ്യതകളും, കടഭാരങ്ങളും, പലിശക്കടങ്ങളും യേശുവിൻ നാമത്തിൽ വിട്ടുപോകട്ടെ. ജപ്തി നോട്ടീസുകൾ മാറിപ്പോകട്ടെ. ലഭിക്കേണ്ട നന്മകൾ ലഭിക്കട്ടെ. അവകാശങ്ങളെ തരത്തില്ല എന്ന് പറഞ്ഞ് വാദിക്കുന്ന വ്യക്തികളോട് കർത്താവ് ഇടപെടുക. ചില നന്മകളെ കവർന്നു കൊണ്ടുപോകുന്ന ചില വഴികളെ അടച്ചു പുതിയ വഴികളെ കർത്താവ് തുറക്കുക. യെസ്. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകും. യെസ്, മാറിപ്പോട്ടെ. ഭാര്യമാർ, ഭർത്താക്കന്മാർ സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ, അനുഗ്രഹിക്കപ്പെടട്ടെ.
അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു ലോർഡ്. മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. അവരുടെ വിദ്യാഭ്യാസം, ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. അഡ്മിഷനുകൾ ലഭിക്കട്ടെ. എല്ലാ തടസ്സങ്ങളും മാറട്ടെ. അവരെ പഠിപ്പിക്കാനുള്ള നന്മകൾ മാതാപിതാക്കളുടെ കരങ്ങളിൽ ലഭിക്കട്ടെ. രാജ്യങ്ങളുടെ വാതിലുകൾ അവർക്ക് മുമ്പിൽ തുറക്കപ്പെടട്ടെ. പഠന വൈകല്യങ്ങൾ മാറിപ്പോകട്ടെ. റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. കുഞ്ഞുങ്ങൾ പ്രായത്തിനനുസരിച്ച് അവർ നടക്കുന്നില്ല, സംസാരിക്കുന്നില്ല, അങ്ങനെ ഭാരപ്പെട്ടായിരിക്കുന്ന അമ്മമാർ പ്രാർത്ഥിക്കുക. കർത്താവ് പ്രവർത്തിക്കുക. യേശുവിൻ നാമത്തിൽ സൃഷ്ടിയിലെ വൈദഗ്ധ്യം ആ കുഞ്ഞുങ്ങളുടെ മേലെ യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ വിട്ടുപോകുക. ആത്മീയ ജീവിതം പണിയപ്പെടുക. പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടുക. ശുശ്രൂഷകന്മാർ, കുടുംബത്തിലെ ശുശ്രൂഷകന്മാർ ദേശത്തിൽ എഴുന്നേൽക്കുക. താങ്ക് യു ലോർഡ്. താങ്ക് യു ജീസസ്. താങ്ക് യു ഹോളി സ്പിരിറ്റ്. യേശുവിൻ നാമത്തിൽ ബിസിനസ്സുകൾ, സ്തോത്രം, കച്ചവടങ്ങൾ അനുഗ്രഹിക്കപ്പെടുക. സ്വദേശത്തും വിദേശത്തും ബാധിക്കപ്പെട്ടായിരിക്കുന്നവർ വിസ പ്രോബ്ലങ്ങൾ മാറുക. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുക. യെസ്, താങ്ക് യു ലോർഡ്. പാസ്പോർട്ടുകൾ പിടിച്ചു വയ്ക്കപ്പെട്ടായിരിക്കുന്ന അവസ്ഥ അത് മാറട്ടെ. യെസ്, അത് മാറട്ടെ. ആ തടസ്സം മാറട്ടെ. ഭവനങ്ങൾ പണിയട്ടെ. വസ്തുക്കൾ വാങ്ങട്ടെ. വാഹനങ്ങൾ വാങ്ങട്ടെ. പിതാവിൻ്റെ പുത്രൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനവർക്ക് പ്രാർത്ഥനയുടെ കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകലും ദൈവാനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട് അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയരെ ഹാവ് എ പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രൈസർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.